നമസ്കാരം. മധ്യേഷ്യ വീണ്ടും കടുത്ത സംഘർഷത്തിലേക്ക് പോവുകയാണ്. ഇറാനെതിരെ മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്തെത്തിയപ്പോൾ ഹമാസിന്റെ പൂർണ്ണമായ നിരായുധീകരണം ലക്ഷ്യമിട്ട് ഇസ്രയേൽ തങ്ങളുടെ നിലപാട് കർക്കശമാക്കിയിരിക്കുകയാണ്. മേഖലയിലെ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായി തുടരുന്നു. ഏതായാലും ഇറാനുമായി പുതിയൊരു കരാറിലെത്താനോ അല്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടാനോ തയ്യാറെടുക്കണമെന്ന മുന്നറിയിപ്പാണ് ട്രംപ് നൽകുന്നത്. ചർച്ചകളിലൂടെയോ സമ്മർദ്ദങ്ങളിലൂടെയോ ഇറാനെ വരുതിയിലാക്കാനാണ് പുതിയ നീക്കം. അതേസമയം ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരണം എന്ന നിലപാടിൽ ഇസ്രയേൽ ഉറച്ചു നിൽക്കുകയാണ്. ഗാസയിലെ സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് വിട്ടുവീഴ്ചയ്ക്കില്ല എന്നാണ് ഇസ്രയേൽ ഭരണകൂടത്തിന്റെ നിലപാട്. ഈ രണ്ട് വലിയ തീരുമാനങ്ങളും മധ്യേഷ്യയിലെ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെ കീഴ്മേൽ മറിക്കാൻ പോകുന്നവയാണ്. ഏതായാലും മേഖലയിലെ സൈനിക നീക്കങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഈ ശീതയുദ്ധം വഷളാവുന്നത് ആഗോള തലത്തിൽ തന്നെ വലിയ ആശങ്കയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഇറാൻ ട്രംപിന്റെ മുന്നറിയിപ്പിനെ എങ്ങനെ നേരിടുമെന്നും ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിൽ ഇനി എന്ത് സംഭവിക്കുമെന്നും ലോകം ഉറ്റുനോക്കുകയാണ്. മധ്യേഷ്യയിലെ ശാന്തതയ്ക്ക് ഇനി വലിയ വില നൽകേണ്ടി വരുമെന്നത് കാര്യം വ്യക്തമാണ്. എന്തായാലും ടെഹ്റാനിൽ നടന്ന മറ്റൊരു സുരക്ഷാ നടപടിയിൽ വിദേശ ഏജൻസികൾക്ക് വിവരങ്ങൾ ചോർത്താൻ ശ്രമിച്ചു എന്നാരോപിച്ച് 6 പേരെ അറസ്റ്റ് ചെയ്തതായും IRGC വ്യക്തമാക്കുന്നുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളും ഡിജിറ്റൽ ആശയവിനിമയ സംവിധാനങ്ങളും ഉപയോഗിച്ച് രാജ്യത്തിനകത്തെ വിവരങ്ങൾ വിദേശ സംഘടനകളിലേക്ക് കൈമാറാൻ ശ്രമിച്ചു എന്നാണ് ആരോപണം. ഇതിന് പിന്നാലെ വിദേശ പിന്തുണ നടന്നതായും ഇറാൻ വിശേഷിപ്പിക്കുന്ന ആഭ്യന്തര അക്രമ സംഭവങ്ങൾ പങ്കെടുത്ത 17 പേരെയും സുരക്ഷാ സേന കസ്റ്റഡിയിലെടുത്തതായും അധികൃതർ വ്യക്തമാക്കുന്നു. ഇൻസ്റ്റാഗ്രാം, ടെലഗ്രാം തുടങ്ങിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ ദീർഘകാല നിരീക്ഷണം നടത്തിയ ശേഷമാണ് ഇവരെ തിരിച്ചറിഞ്ഞതെന്നും ഇറാൻ വ്യക്തമാക്കുന്നു. ഈ സുരക്ഷാ നടപടികൾ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് IRGC നാവികസേന മേധാവി റിയർ അഡ്മിറൽ അലി ഒസ്മായിൽ പ്രസ്താവനയിൽ അന്താരാഷ്ട്ര ശ്രദ്ധ നേടുന്നത്. അതായത് അദ്ദേഹത്തിന്റെ പ്രസ്താവന അന്താരാഷ്ട്ര ശ്രദ്ധ നേടുന്നത്. ഇറാന്റെ മുൻ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകളോടനുബന്ധിച്ച് പുറത്തിറക്കിയ സന്ദേശത്തിൽ അമേരിക്കയും ഇസ്രയേൽ ഭരണകൂടത്തിനുമെതിരെ ദിവ്യപ്രതികാരം വിദൂരമല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇതാണ് ഇറാൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും ഹോർമോസ് കടലിടുക്കിന്റെ സുരക്ഷയുടെ ചുമതലയുള്ള നാവികസേന ഉദ്യോഗസ്ഥർ ഖമേനിയുടെ ആശയങ്ങളും നയങ്ങളും തുടർന്നും ശക്തമായി പിന്തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഹോർമോസ് കടലിടുക്കിൽ ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ സമുദ്രപാതകളിൽ ഒന്നുകൂടിയാണ്. ആഗോള എണ്ണ കയറ്റുമതിയുടെ വലിയൊരു വിഹിതം ഈ കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സുരക്ഷാ മേഖലയുടെ ചുമതലയുള്ള സൈനിക മേധാവിയിൽ നിന്നും വരുന്ന ഏതൊരു പ്രസ്താവനയും പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യത്തെയും ആഗോള ഊർജ വിപണിയെയും ബാധിക്കാൻ സാധ്യതയുള്ളതാണെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇറാന്റെ ഔദ്യോഗിക നിലപാടനുസരിച്ച് ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങുകൾ ഒരു നേതാവിനുള്ള യാത്രയയപ്പ് മാത്രമല്ല, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ആശയങ്ങളും സംരക്ഷിക്കാനുള്ള പുതുക്കിയ പ്രതിജ്ഞ കൂടിയാണ്. അതുകൊണ്ടാണ് ചടങ്ങിൽ പങ്കെടുക്കുന്ന ജനക്കൂട്ടത്തിനിടയിലും സൈനിക നേതൃത്വത്തിന്റെ പ്രസംഗങ്ങളിലും പ്രതികാരവും ദേശീയ ഐക്യവും ശക്തമായി ഉയർന്നു വരുന്നത്.